പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് അഭിമാനം കൊണ്ട് എൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നൊരു വാർത്ത പറഞ്ഞ് ആരംഭിക്കാം. കാരണം ഞാനൊരു ദേശാഭിമാനിയാണ്. ഇന്ത്യ എന്നുള്ള രാജ്യം കഴിഞ്ഞ് എനിക്ക് മറ്റെന്തുമുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിങ്ങൾക്കും അഭിമാനമുണ്ടാകും, രോമാഞ്ചം ഉണ്ടാകും ഒരു വാർത്ത കേൾക്കുമ്പോൾ. നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ തലവൻ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് GPC എന്ന CRPFൻ്റെ തലവൻ ഇന്നലെ ഒരു മെഡൽ ദാന ചടങ്ങിൽ പങ്കെടുത്ത് CRPFിലെ ജവാന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾ എന്തു ചെയ്താലും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്ന നടപടിക്കും നിങ്ങളല്ല ഉത്തരവാദി, ഞാൻ ഉത്തരവാദിത്തം വയ്ക്കുന്നു. അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എനിക്കാണ്. നിങ്ങൾ നിർഭയമായി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ആരെങ്കിലും പഴിക്കാൻ വന്നാൽ അതിൻ്റെ മറുപടി ഞാൻ പറയും. ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നു. നോക്കൂ, നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ പോലീസ് സേനയ്ക്ക് ഇത്രമേൽ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന വാക്കുകൾ വേറെ ഉണ്ടാവില്ല. ഒരു സേനയെ സംബന്ധിച്ച് അവരുടെ കമാൻഡറാവട്ടെ, അവരുടെ തലവനാവട്ടെ, അവർക്ക് പിതൃതുല്യരാണ് എന്ന് സൈന്യത്തിൽ ജോലിയെടുത്തിട്ടുള്ള ആളുകൾ. എൻ്റെ പിതാവും ഒരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സൈന്യത്തോട്, അത് മിലിറ്ററി ആവട്ടെ, പാരാമിലിറ്ററി ആവട്ടെ, ഈവൻ നമ്മുടെ പോലീസുകാരാവട്ടെ, യൂണിഫോം ഇടുന്ന എല്ലാ സേനാംഗങ്ങളോടും എനിക്ക് വലിയ ആദരവാണ്, ബഹുമാനമാണ്. ഞാൻ അവരെ മനസ്സാ സല്യൂട്ട് ചെയ്യാത്ത ഒരു ദിവസവുമില്ല. അത് നമ്മുടെ താഴേക്കടയിലുള്ള പോലീസുകാർ, താഴേക്കടയിൽ എന്ന് പറഞ്ഞത് ഞാൻ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ സേനയുടെ ഹയറാർക്കി വെച്ചിട്ടാണ്, സൈന്യം, പാരാമിലിറ്ററി, പിന്നെ പോലീസ്, ഈ ഹയറാർക്കി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ തരത്തിൽ നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പോലീസുകാർ, അവർ ഊണും ഉറക്കവും ഇളച്ച് കാവൽ നിൽക്കുന്നത് കൊണ്ട്, പണിയെടുക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വത്തിന്, നമ്മുടെ ജീവന് സംരക്ഷണം ഉണ്ടാവുന്നത്. അതുപോലെ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈന്യം, അത് മിലിറ്ററി ആവട്ടെ, നേവി ആവട്ടെ, എയർഫോഴ്സ് ആവട്ടെ, BSF ആവട്ടെ, അവർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ സുരക്ഷിതമായിരിക്കുന്നത്, നമുക്ക് സ്വതന്ത്രരായി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ കേന്ദ്രസേന, അവർ ഇടപെടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പല ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും, ഏറ്റവും അവസാനം പറഞ്ഞാൽ മാവോയിസ്റ്റുകളെ ഉൾപ്പെടെ തുടച്ചു നീക്കി ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്താൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇതുപോലെ ആരോപണ ശരങ്ങളേറ്റ് പതറിപ്പോകും. ഇപ്പം നോക്കൂ, കഴിഞ്ഞ കുറേ ദിവസമായി CRPFനെ കുറിച്ച് എന്താ പറയുന്നത്? കാട്ടാളന്മാർ, കുട്ടികളെ തല്ലിക്കൊല്ലുന്നവർ, എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ ഒരു സേനാ വിഭാഗത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ അപമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? CRPFന് കുട്ടികളുടെ വൈരാഗ്യം വല്ലതും ഉണ്ടോ? ജന്തർ മന്ദറിൽ നടന്നത് അതിഭീകരമായ അക്രമമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാത്തതുകൊണ്ട് ലോകം അറിയാതിരുന്നില്ല. അവർ എത്ര ഉദ്യോഗസ്ഥരെ, CRPF ഭടന്മാരെ ആക്രമിച്ചു. എത്ര പേർ? 156 പേർ ജയിലിലാണ്. പലരുടെയും പരുക്ക് ഗുരുതരമാണ്. രേഖ ശർമ്മ എന്ന് പറയുന്ന ഒരു CRPF ഉദ്യോഗസ്ഥയുടെ 4 മാസം ഗർഭിണിയായ അവരുടെ വയറിൽ കല്ലുകൊണ്ടിടിച്ചു. ഇതൊന്നും ലോകത്താരും പറഞ്ഞിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ആളുകൾ സത്യം പറഞ്ഞു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നിരപരാധികളായ കുട്ടികളെ, 2875 പേർ ക്രിമിനൽസ് ആണെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. 101 പേർ അതിൽ വധശ്രമ കേസിലെ പ്രതികളാണ്. അതുമുതൽ നാർക്കോട്ടിക് കേസ് മുതൽ പോക്സോ കേസിലെ പ്രതികൾ വരെയുണ്ട്, ബലാത്സംഗ കേസിലെ പ്രതികൾ വരെയുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ എന്ന ഭാവത്തിൽ രാജ്യ തലസ്ഥാനത്തെ മുഴുവൻ ക്രിമിനലുകളും അവിടെ ഒത്തുചേർന്നു. അവിടെ കാണിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. അവർ ആക്രമിച്ചപ്പോൾ പോലീസ് CRPFൻ്റെ ഒരു വിഭാഗമായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്, അതായത് റയറ്റൊക്കെ ഉണ്ടാകുമ്പോൾ, കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നേരിടാൻ വേണ്ടി നിയോഗിക്കുന്നതാണ് RAFന് പ്രതിരോധിക്കേണ്ടി വന്നു, അവരെ അടിച്ചോടിക്കേണ്ടി വന്നു, ബലം പ്രയോഗിക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ഈ സേനാ വിഭാഗത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധർ, ഞാൻ അങ്ങനെ തന്നെ പറയും, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറയുമായിരുന്നു, നായനാർ പറഞ്ഞിട്ടുണ്ട്, കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയോ? പോലീസിൻ്റെ മനോവീര്യം കെടുത്തരുത്. കാരണം അവരാണ് സംസ്ഥാനത്തിൻ്റെ ആവട്ടെ, രാജ്യത്തിൻ്റെ ആവട്ടെ നിർണായക ഘട്ടങ്ങളിൽ അവരുടെ ജീവൻ തൃണവൽഗണിച്ച് നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത്, സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നത്, സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നത്, നമ്മുടെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നത് അവരാണ്. കല്ലേറ്
അവർക്ക് നേരെ വരും, ഭീഷണി ഉണ്ടാവും, കാലുവെട്ടും കൈവെട്ടും പോലീസിൻ്റെ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും സംഭവിക്കുന്നുണ്ട്. സംഭവിക്കുന്നുണ്ട്. പോലീസ് ചിലപ്പോൾ ചില സമയത്തൊക്കെ അമിതാധികാരവും അമിത ബലപ്രയോഗവും ഒക്കെ ചെയ്യുന്നതായുള്ള പരാതികൾ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് പോലീസ് സംവിധാനമാകെ കുഴപ്പമാണ്, അത് മുഴുവൻ ഗുണ്ടകളാണ് എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമല്ല. നമ്മൾ ഈ CRPF കാര്യം എടുക്കൂ. CRPF ഏതാണ്ട് 3,30,000 പേരുള്ള ഒരു വലിയ സേനയാണ് CRPF. ആകെ 247 ബറ്റാലിയൻ CRPF ഞാൻ അതിൻ്റെ കണക്ക് നോക്കി. ജനറൽ ഡ്യൂട്ടി ചെയ്യുന്ന 201 ബറ്റാലിയൻ, മഹിള 6 ബറ്റാലിയൻ, RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് 16, കോബ്ര കമാൻഡോകൾ 10 ബറ്റാലിയൻ, സിഗ്നൽ ബറ്റാലിയൻ 7, VIP സെക്യൂരിറ്റി 6, ഇങ്ങനെ ആകെ 247 ബറ്റാലിയനുള്ള ഒരു വലിയ സേനയാണ് CRPF. നമ്മൾ CRPF കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളൊക്കെ നക്സലൈറ്റുകളുടെ, മാവോവാദികളുടെ പിടിയിലായിരുന്നു. അവിടെ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു. CRPF ആണ് അവിടെ പോരാടിയത്. ജമ്മു കാശ്മീരിൽ CRPF പോരാടിയിട്ടുണ്ട്. BSFൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും കൂടെ CRPF സാന്നിധ്യം അവിടെയുണ്ട്. അവിടെ ക്രമസമാധാനം ഉറപ്പാക്കുന്നത് CRPF ആണ്. അങ്ങനെ CRPF ഉണ്ടായതിന് ശേഷം നിങ്ങൾ അറിയണം, 2270 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെടിയേറ്റ്, ഭീകരാക്രമണങ്ങളിൽ, ബോംബ് പൊട്ടി. നമ്മുടെ ഈ ഭടന്മാർ 2270 പേരാണ് ഇതുവരെ CRPF രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ടത്. പക്ഷെ ഒരിക്കലും ഇല്ലാത്ത വിധം CRPF രാഷ്ട്രീയവൽക്കരിച്ച് അവരെ നിശിതമായ വിമർശനത്തിനും അപമാനിക്കലിനും ഉള്ള ശ്രമം ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. പാറ്റകളുടെ സമരത്തിൻ്റെ പേരിലാണ്. ഇന്ത്യൻ സൈന്യത്തോട് ഇത് ചെയ്തു. ഇന്ത്യൻ സൈന്യം ബലാക്കോട്ടിൽ മിന്നലാക്രമണം നടത്തിയപ്പോൾ ലോകത്തൊരു രാജ്യത്തെയും പ്രതിപക്ഷം ചോദിക്കാത്തതുപോലെ രാഹുൽ ഗാന്ധി ചോദിച്ചു, തെളിവ് എവിടെയെന്ന്. ഞാൻ ഓർക്കുകയാണ്, ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് നഫ്താലി ബെന്നറ്റ് യുദ്ധം ആരംഭിച്ച സമയത്ത്, ഗാസ യുദ്ധം ആരംഭിച്ച സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? ചരിത്രം നമ്മുടെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്, നിങ്ങൾ സധൈര്യം നടപടികൾ എടുക്കുക. ചരിത്രം നമ്മുടെ വാതിലിൽ മുട്ടി വിളിക്കുന്നു, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നിങ്ങൾ അടിച്ച് പെരുക്ക് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് നഫ്താലി ബെന്നറ്റ് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എത്ര വിമാനം വീണു എന്ന് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധി വന്നത്. പാകിസ്ഥാന്റെ മുന്നിൽ ഇന്ത്യ തോറ്റു എന്ന് പറയാനാണ് രാഹുൽ ഗാന്ധി മുതിർന്നത്. രാഹുൽ ഗാന്ധിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻ ടെലിവിഷൻ ആഘോഷിച്ചു. പാകിസ്ഥാനിലെ പത്രങ്ങളിൽ, ഡോൺ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്നിട്ട് കണ്ടില്ലേ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അസിം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി വരെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് രാഹുൽ ഗാന്ധിയാണ്, രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിൽ. CRPF ഇതപര്യന്തമുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എന്നുള്ള ഇപ്പോഴത്തെ അതിൻ്റെ ഡയറക്ടർ ജനറൽ, മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ചരിത്ര മുഹൂർത്തം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സത്യത്തിൽ അഭിമാനം തോന്നുന്നു നമുക്ക് ഇങ്ങനെയുള്ള വീര നായകന്മാർ നമ്മുടെ സേനയുടെ തലപ്പത്ത് വന്നാലേ നമ്മുടെ രാജ്യം അചഞ്ചലമായി നിലകൊള്ളുകയുള്ളൂ. ഞാൻ ഈ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗിനെ കുറിച്ച് നോക്കി. അദ്ദേഹം 1991 IPS നേടിയിട്ട് അസാം മേഘാലയ കാഡറായിരുന്നു. അദ്ദേഹം 2005 ജനുവരി 30 CRPF ഡയറക്ടർ ജനറലായത്. 2007 നവംബർ 30 വരെ അദ്ദേഹം പദവിയിൽ തുടരും. അപ്പോൾ ഒരു കാര്യമുണ്ട്, GP സിംഗ് അവിടെ ഉണ്ട് കേട്ടോ. ഡൽഹി കത്തിക്കാം, രാജ്യത്ത് കലാപം ഉണ്ടാക്കാം എന്നൊക്കെ ശ്രമിക്കുന്നവർ ഓർക്കണം, CRPF എന്ന് പറയുന്ന ഏതാണ്ട് 3.5 ലക്ഷത്തിനടുത്ത് വരുന്ന ഒരു വലിയ സേന കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്. പട്ടാളമൊക്കെ മാറി നിൽക്കട്ടെ, അതിനൊക്കെ മുമ്പ് തന്നെ കൈകാര്യം CRPF മതി. അതിൻ്റെ തലപ്പത്ത് മക്കളെ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പിതൃസഹജമായ വാത്സല്യത്തോടെ കരുതലോടെ പറയുന്ന ഒരു തലവനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് CRPFനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന് പറയാതെ തരമില്ല. കാരണം ഇങ്ങനെയൊക്കെ വേണം ഒരു സൈന്യ തലവൻ, ഒരു സേനയുടെ തലവൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് GP സിംഗ്. അദ്ദേഹം ആസാം DGP ആയിരുന്നു, NIAയിൽ പ്രവർത്തിച്ചിരുന്നു, SPGയിൽ പ്രവർത്തിച്ചിരുന്നു, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഈ ഉൾഫ കലാപം അടിച്ചമർത്തിയത് GP സിംഗ് ആണ്. CAA സമരത്തിൻ്റെ കാലത്ത്
ദില്ലിയിലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയും വഹിച്ചത് GP സിംഗാണ്. അങ്ങനെയുള്ള GP സിംഗ് ഉത്തർപ്രദേശിലെ അലിഗഡിനടുത്തുള്ള ഛറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും എനിക്ക് വലിയ അഭിമാനം, ഇങ്ങനെയുള്ള നൂറുകണക്കിന് മിടുമിടുക്കന്മാരായ സേനാനായകന്മാർ നമ്മുടെ സൈന്യത്തിനുണ്ട്. CRPFും നമ്മുടെ ഒരു സേന തന്നെയാണ്. അവരാണ് നമ്മുടെ സൈന്യത്തിന് ആത്മവീര്യം കൊടുക്കുന്നത്. സൈന്യത്തിൻ്റെ പോരാട്ട വീര്യം രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അവരെ പിൻവലിപ്പിക്കാൻ, അവരെ അപമാനിക്കാൻ, അവരെ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള നായകന്മാർ വന്നിട്ട് പറയും, പോയി പണി നോക്കണം എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ സേന പൊരുതുമ്പോൾ അവർ ചെയ്യുന്ന ഒന്നും തെറ്റല്ല. അവർക്കെന്തെങ്കിലും പെശക് പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ പണിയെടുക്കും മക്കളെ, നിങ്ങളുടെ കടമ ചെയ്യും മക്കളെ എന്ന് പറയുന്ന ഒരു സേനാനായകൻ, ഒരു വീരനായകനായി GP സിംഗ് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പേരിൽ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.